വേണ്ടത് നിങ്ങൾ ആരോടും ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ മലയാളത്തിൽ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Here we don't just learn English, we speak it, we live it and we master it. It's me, Angelina, and you're watching Angelina Talks. വാട്ടുവാണെന്ന് നമുക്ക് മലയാളത്തിൽ പല ടോണിൽ ചോദിക്കാം അല്ലേ. ഒന്ന് നമുക്ക് സീരിയസ് ആയിട്ട് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാം. മലയാളത്തിൽ നമുക്ക് ഇത് ടോണ് മാറ്റി പറഞ്ഞാൽ ഓക്കെ ആവും, പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ. ഇപ്പോൾ ഉദാഹരണത്തിന് കം ഹിയർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഇവിടെ വരൂ എന്ന് പറയാം. അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇവിടെ വരൂ എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ മലയാളത്തിൽ നമുക്ക് ടോൺ മാറ്റി പറഞ്ഞാൽ ഓക്കെ ആവും അല്ലേ, പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ. പിന്നെ ഇംഗ്ലീഷിൽ എന്താണ് പറയുക? പ്ലീസ് കം ഹിയർ. എന്താണ് പറയുക? പ്ലീസ് കം ഹിയർ. ഹിയർ അല്ല, ഇയോ. ചെവിയില്ലേ, ഇയോ, ഇയോ. പ്ലീസ് കം ഇയോ. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ പോവുകയാണ്. സോ അവിടെ നിങ്ങളോടൊരു വെയിറ്റർ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതായത് വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ചോദിച്ചാൽ ശരിക്കും മലയാളത്തിൽ എന്താണ് പറയുക അറിയോ? നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുന്ന പോലെ ഉണ്ടാവും. ഭയങ്കര അഹങ്കാരത്തിൽ ചോദിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് പറയാന്ന് വെച്ചാൽ വുഡ് യു ലൈക്ക് ടു ഹാവ്. എന്താണ് പറയുക? വുഡ് യു ലൈക്ക് ടു ഹാവ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്നാണ് എഴുതുക. പക്ഷേ ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വുഡ് യു ലൈക്ക് ടു ഹാവ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പറയാമെന്ന് പഠിപ്പിച്ചു തരാം. ആദ്യം നമ്മൾ വാട്ട് എന്നുള്ളതിന് വ എന്ന് പറയുക. പിന്നെ വുഡ് യു ലൈക്ക് ടു എന്നുള്ളതിന് ജു ലൈക്ക് ടു, ജു ലൈക്ക് ടു. അപ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു എന്നുള്ളത് എങ്ങനെയാണ് പറയുക? വുഡ് യു ലൈക്ക് ടു. ഇപ്പോൾ ജൂലൈ എന്നുള്ളത് നമ്മുടെ മാസം പറയില്ലേ, അതേപോലെ തന്നെ ജൂലൈ 2 എന്ന് ആലോചിച്ചാൽ മതി. ജൂലൈ 2. അപ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു എന്നുള്ളതിന് എങ്ങനെയാണ് പറയുക? വുഡ് യു ലൈക്ക് ടു. പിന്നെ ഹാവ് അല്ല, ഹാഫ്. ഹാവ് അല്ല, ഹാഫ് ആണ്. അപ്പോൾ വുഡ് യു ലൈക്ക് ടു ഹാവ്. എൻ്റെ കൂടെ ഉറക്കെ പറയൂ, വുഡ് യു ലൈക്ക് ടു ഹാവ്. ഇങ്ങനെ ചോദിച്ചാൽ നല്ല ബഹുമാനത്തോടെയാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. എന്നാൽ വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിച്ചാൽ ദേഷ്യത്തിൽ ചോദിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മൾ അറിയാതെ പല വാക്കുകളും അതിൻ്റെ സീരിയസ്നെസ് അറിയാതെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഷട്ട് അപ്പ് യുവർ മൗത്ത്, ഗെറ്റ് ഔട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ ഇത് രണ്ടും നമ്മൾ ഒരിക്കലും ഒരാളോട് പറയാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ഇംഗ്ലീഷ്കാരനോടാണ് ഷട്ട് അപ്പ് യുവർ മൗത്ത് എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ആൾ നിങ്ങളോട് ഒരിക്കലും മിണ്ടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തന്നെ ഉപേക്ഷിച്ച് അയാൾ പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിനൊക്കെ എങ്ങനെയാണ് പറയുക? ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ് യുവർ മൗത്ത് ഇതിനൊക്കെ പകരമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷട്ട് അപ്പ് യുവർ മൗത്ത് എന്ന വാക്കിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കീപ് ഇറ്റ് ഡൗൺ പ്ലീസ്. എന്താണ് പറയുക? കീപ് ഇറ്റ് ഡൗൺ പ്ലീസ്. ഇത് പറയുന്ന രീതിയാണ്. അത് നമ്മൾ കീപ് ഇറ്റ് എന്നല്ല പറയുക, കീപ്പി, കീപ്പി എന്ന് പറയുക, കീപ്പി. പിന്നെ ഡൗൺ, പ്ലീസ്, കീപ് ഇറ്റ് ഡൗൺ പ്ലീസ്. എൻ്റെ കൂടെ ഉറക്കെ പറയൂ, കീപ് ഇറ്റ് ഡൗൺ പ്ലീസ്. അതായത് ഒന്ന് ശബ്ദം താഴ്ത്തി പറയാമോ എന്ന് ചോദിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് കീപ് ഇറ്റ് ഡൗൺ പ്ലീസ്. ഇനി നെക്സ്റ്റ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്ന് നമ്മൾ ഒരാളോട് പറയാൻ പാടില്ല, പക്ഷെ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ പറയേണ്ടതാണ് എക്സ്ക്യൂസ് മീ, ഐ നീഡ് സം സ്പേസ്. എക്സ്ക്യൂസ് മീ, ഐ നീഡ് സം സ്പേസ്. ഇത് കറക്റ്റായിട്ട് പറയുന്നതാണ്. ആദ്യം സ്ക്യൂസ് എന്നുള്ളതിനെ എസും ക്യൂവും കൂടെ നമ്മൾ ഒരുമിച്ച് പറയുക. സ്ക്യൂസ്, സ്ക്യൂസ്. പിന്നെ മീ, എക്സ്ക്യൂസ് മീ. പിന്നെ ഐ നീഡ് അല്ല, നീ. അവിടെ ഡി ഉണ്ടാവും, പക്ഷേ നീ എന്ന് പറഞ്ഞാൽ മതി. ഐ നീഡ്. എക്സ്ക്യൂസ് മീ, ഐ നീഡ്. പിന്നെ സം സ്പേസ്. എക്സ്ക്യൂസ് മീ, ഐ നീഡ് സം സ്പേസ്. എൻ്റെ കൂടെ ഉറക്കെ പറയൂ,
എക്സ്ക്യൂസ് മീ, ഐ നീഡ് സം സ്പേസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മളോട് ഒരാള് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയുക? ഇതിന് ഉത്തരം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പിസ്സയാണ് കഴിക്കേണ്ടത് എന്ന് വിചാരിക്കുക. പിസ്സയല്ല, പിസ്സ. എന്താണ് പറയുക? പിസ്സ. പിസ്സയാണ് കഴിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം പിസ്സ. എന്താണ് പറയുക? ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം പിസ്സ. ഇത് കറക്റ്റായിട്ട് പറയുന്ന രീതി, ആദ്യം നമ്മൾ ഐ എന്നുള്ളതിന് ഐ, പിന്നെ വുഡ് ലൈക്ക് ടു എന്നുള്ളതിന് ജു ലൈക്ക് ടു. എന്താണ് പറയുക? ജു ലൈക്ക് ടു. പിന്നെ ഹാവ് സം അല്ല, ഹാവ്. ഹാവ് അല്ല, ഹാവ്. പിന്നെ സം പിസ്സ. പിസ്സ അല്ല, പിസ്സ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പറയുക? ഞാൻ ഒന്നും കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ആദ്യം ഐ വുഡ് ലൈക്ക് ടു എന്നുള്ളതിനെ നമ്മൾ ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയുക. ഹാവ് സം പിസ്സ എന്നുള്ളതിന് ഹാവ് അല്ല, ഹാവ്. പിന്നെ സം പിസ്സയല്ല, പിസ്സ. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം പിസ്സ. എൻ്റെ ഇവിടെ ഉറക്കെ പറയൂ, ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം പിസ്സ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുറച്ച് മുതിർന്ന ആൾക്കാർ വരികയാണ്, ആൻറ്റിയോ അങ്കിളോ അങ്ങനെ കുറച്ച് മുതിർന്ന ആൾക്കാർ വരികയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് അവരോട്, ഞാൻ കുറച്ച് കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? മൈൻഡ് ഇഫ് ഐ ബ്രിങ് സം കോഫി. പ്രത്യേകം ശ്രദ്ധിക്കുക, മുതിർന്ന ആൾക്കാർ. ഓക്കെ, ഇങ്ങനെയാണ് പറയുക, മൈൻഡ് ഇഫ് ഐ ബ്രിങ് സം കോഫി. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് വെച്ചാൽ, മൈൻഡ് ഇഫ് ഐ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് പറയുക? ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നാണ് മൈൻഡ് ഇഫ് ഐയുടെ അർത്ഥം. അതേപോലെ തന്നെ ബ്രിങ് എന്നുള്ളതിൻ്റെ അർത്ഥം കൊണ്ടുവരിക എന്നാണ്. പിന്നെ സം കോഫി, കുറച്ച് കോഫി. അപ്പോൾ എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ ബ്രിങ് സം കോഫി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൈൻഡ് ഇഫ് ഐ എന്നുള്ളത് നമ്മൾ പറയേണ്ടത് മൈൻഡ് ഇഫ് ഐ. ഇത് നമ്മളെ മൈൻഡില്ലേ. അപ്പോൾ എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ. പിന്നെ ബ്രിങ് അല്ല, ബ്രിങ്. ആറിന് അധികം സ്ട്രെസ് ചെയ്യേണ്ട, ബ്രിങ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ബ്രിങ്, മൈൻഡ് ഇഫ് ഐ ബ്രിങ്. പിന്നെ സം കോഫി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ ബ്രിങ് സം കോഫി. അപ്പോൾ മൈൻഡ് ഇഫ് ഐൻ്റെ അർത്ഥം എന്താണ്? ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ കുറച്ച് സെൻറ്റൻസ് നോക്കിയാലോ. ഇനി നമ്മൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കില്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുക? മൈൻഡ് ഇഫ് ഐ. പിന്നെ ഇവിടെ ഇരുന്നോട്ടെ എന്നുള്ളത് എങ്ങനെയാണ് പറയുക? ഐ സിറ്റ് ഹിയർ. മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. അതേപോലെ തന്നെ ഹിയർ അല്ല, ഇയർ ആണ്, ഇയോ. ഹിയർ അല്ല, ഇയർ ആണ്, ചെവിയില്ലേ. അപ്പോൾ ഇയോ. അപ്പോൾ എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഫോമൊക്കെ പൂരിപ്പിക്കാനാണ് ഉള്ളെങ്കിൽ, അപ്പോൾ നമ്മുടെ കയ്യിൽ പേനയില്ല. അപ്പോൾ ഒരാളോട് ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോമൊക്കെ പൂരിപ്പിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ പേനയില്ല. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ പേന ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നുള്ളതിന് മൈൻഡ് ഇഫ് ഐ. പിന്നെ എടുക്കട്ടെ എന്നുള്ളതിന് എന്താണ് പറയുക? ടേക്ക് ദിസ് പെൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ ടേക്ക് ദിസ് പെൻ. ഇനി അതേപോലെ തന്നെ വേറെ ഒരെണ്ണം, ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ പാർക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ എന്താണ് പറയുക? ഐ ജോയിൻഡ് യു എന്നാണ് പറയുക. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നുള്ളതിന് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞത്? മൈൻഡ് ഇഫ് ഐ. നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നത് എന്താണ്? ജോയിൻഡ് യു. അപ്പോൾ എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ ജോയിൻഡ് യു. ഇനി നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാനേജറിനെ വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കണം, ശരിക്കും മാനേജർ അല്ല, മലയാളത്തിൽ നമ്മൾ മാനേജർ എന്ന് പറയും, പക്ഷേ ശരിക്കും പറയേണ്ടത് മാനേജർ എന്നാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി നമുക്ക് മാനേജറിനെ വിളിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചോട്ടെ. ഇതിങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, മൈൻഡ് ഇഫ് ഐ കോൾ യു. എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ കോൾ യു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് പണം കടം തരാമോ? ഇതെങ്ങനെയാണ് ചോദിക്കുക?
മൈൻഡ് ഇഫ് ഐ ബോറോ സം മണി? ഇവിടെ ശ്രദ്ധിക്കുക, ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക എന്നതാണ്. കടം വാങ്ങുന്ന ആൾ എന്ന് പറഞ്ഞാൽ ബോറോവർ. അതേപോലെ തന്നെ കടം കൊടുക്കുക എന്നുള്ളതിന് ലെൻഡ് എന്നാണ് പറയുക. കടം കൊടുക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ലെൻഡർ ആണ്. അതേപോലെ തന്നെ ബാങ്ക് ലെൻഡർ ആണ്. അതിൽ നിന്ന് കടം വാങ്ങിക്കുന്ന നമ്മൾ ബോറോവർ ആണ്. ഓക്കെ, അപ്പോൾ കടം വാങ്ങിച്ചോട്ടെ എന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? മൈൻഡ് ഇഫ് ഐ ബോറോ സം മണി? ഓക്കെ, എങ്ങനെയാണ് പറയുക? മൈൻഡ് ഇഫ് ഐ ബോറോ സം മണി. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡ് ഇഫ് ഐനെ പറ്റി കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സെൻറ്റൻസ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. മൈൻഡ് ഇഫ് ഐനെ പറ്റി കേട്ടോ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. ഇങ്ങനെ ചെയ്താലേ നിങ്ങൾക്കിത് മറന്നു പോകാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ. നമ്മൾ ആദ്യം എന്തായിരുന്നു പഠിച്ചത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചാൽ മതിയോ? പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് യു ലൈക്ക്? എന്താണ് പറയുക? വാട്ട് യു ലൈക്ക്. ഇനി നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്നെങ്ങനെയാണ് ചോദിക്കുക? വാട്ട് യു ലൈക്ക് ടു ഹാവ്? എന്താണ് പറയുക? വാട്ട് യു ലൈക്ക് ടു ഹാവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുടിക്കാൻ വേണ്ടത്? ഇതെങ്ങനെയാണ് ചോദിക്കുക? വാട്ട് യു ലൈക്ക് ടു ഡ്രിങ്ക്? എന്താണ്? വാട്ട് യു ലൈക്ക് ടു ഡ്രിങ്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാനേജറിനെ കാണണോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ കാണണോ? ഇതെങ്ങനെയാണ് ചോദിക്കുക? യു ലൈക്ക് ടു മീറ്റ് ദ മാനേജർ. ഇപ്പോൾ പ്രിൻസിപ്പലിനെ കാണണമെങ്കിൽ യു ലൈക്ക് ടു മീറ്റ് ദ പ്രിൻസിപ്പൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, വുഡ് യു ലൈക്ക് ടു എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുക? യു ലൈക്ക് ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളിൽ ആർക്കാണ് പ്രിൻസിപ്പലിനെ കാണേണ്ടത് എന്നെങ്ങനെയാണ് ചോദിക്കുക? ഞാൻ 2 ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഇതിലേതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, whom do you like to meet the principal? Second option, who do you like to meet the principal? ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം പറഞ്ഞത് whom ആണ്, രണ്ടാമത് പറഞ്ഞത് who ആണ്. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ ആർക്കാണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം പറയാൻ പറ്റുമെന്ന്. അങ്ങനെ കറക്റ്റ് ഉത്തരം പറയുന്ന ആൾക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കിടിലൻ വെറൈറ്റി വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്കും കൂടി ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എല്ലാ ദിവസവും പ്രിയപ്പെട്ട കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്യുക. I know learning spoken English can feel like a challenge, but remember, every expert was once a beginner, and today you are taking a powerful step forward. It's me, Angelina. Ta-ta, bye-bye.